യൂണിവേഴ്സിന്റെ മലയാളത്തിലെ പൊതുപരീക്ഷയ്ക്കുള്ള പാഠങ്ങളിലൊന്നാണ് 19ാം പാഠമായ കർണപർവം. കർണപർവത്തിൽ എസ് ആർ ലാലാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഞങ്ങളുടെ അപ്പൻ എല്ലാ പിതാക്കന്മാർക്കും മാതൃകയാകേണ്ടുന്ന ഒരാളാണ്. അപ്പൻ അത്രമേൽ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഈ ആദ്യത്തെ വരിയും അവസാനം അപ്പനെ മക്കളെല്ലാം കൂടി പുഴയിലൊഴുക്കി കൊന്നു കളഞ്ഞിട്ട് ഒരു മകൻ പറയുന്ന വരിയും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. അവിടെയാണ് ഈ നാടകത്തിന്റെ അല്ലെങ്കിൽ കഥയുടെ ട്വിസ്റ്റ്. അമ്മ മരിച്ചപ്പോൾ അപ്പന് 42-43 വയസ്സ്, എനിക്കന്ന് 10 വയസ്സ്. എൻ്റെ കീഴെ ടോജോയ് മീനയും. അപ്പോൾ മൂത്തയാളാണ്, മക്കളിൽ മൂത്തയാളാണ് കഥ എഴുതുന്നത്. അദ്ദേഹത്തിന്റെ ആംഗിളിലൂടെയാണ് കഥ നമുക്ക് മുന്നിൽ വെളിപ്പെടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പിള്ളാരെ നോക്കാനായിട്ടെങ്കിലും പെണ്ണൊരുത്തിയെ ഒപ്പം പൊറപ്പിക്കാൻ, അതായത് അപ്പൻ ഭാര്യ മരിച്ചതിന് ശേഷം, കുട്ടികളുടെ അമ്മ മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹം കഴിക്കാനായിട്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും പരിശ്രമിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പിള്ളേരെ ഞാൻ ഒറ്റയ്ക്ക് നോക്കും. അപ്പൻ പിന്നീട് നാടകരംഗത്ത് പൂർണ്ണമായി മനസ്സർപ്പിച്ചു. അപ്പൻ്റെ അപ്പൻ ഒരു തരികിട കക്ഷിയായിരുന്നു. ഒരുപാട് ബാധ്യതയും വരുത്തി വെച്ച് അപ്പാപ്പൻ മരിച്ചു. അപ്പാപ്പൻ മരിച്ചതിൻ്റെ 3-ാം പക്കം മുതൽ കടം വാങ്ങിയ ആൾക്കാർ വീട്ടിൽ വന്നു. അപ്പൻ എല്ലാവരോടും നല്ല വാക്ക് പറഞ്ഞു വിട്ടു. അപ്പനെ പറ്റി നാട്ടുകാർക്കൊക്കെ നല്ല മതിപ്പായിരുന്നു. കടങ്ങളൊക്കെ അപ്പൻ വീട്ടി. പിന്നീടാണ് സ്വന്തം നിലയിൽ നാടക കമ്പനി അപ്പൻ തുടങ്ങുന്നത്. നാടകത്തോട് അപ്പന് വല്ലാത്ത അഭിനിവേശമായിരുന്നു. അപ്പാപ്പൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിച്ചിരുന്നെങ്കിലും അപ്പാപ്പനെ ധിക്കരിച്ച ഒരേ ഒരു കാര്യം വേറൊന്നുമില്ല, നാടകത്തിൽ അഭിനയിക്കുക മാത്രമാണ്. ചെറിയ ചെറിയ റോളുകൾ മാത്രമാണ് അന്ന് അപ്പൻ ചെയ്തിരുന്നത്. കലാക്ഷേത്രം എന്ന നാടക ഗ്രൂപ്പിന്റെ രൂപീകരണവുമായി അപ്പൻ ഓടി നടന്ന ഒരു കാലമുണ്ട്. എരുത്തിലായിരുന്നു നാടകത്തിന്റെ റിഹേഴ്സൽ. കളിയിൽ എന്നാണ് ആ എരുത്തിലിനെ നാടക റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്തിന് ഞങ്ങൾ വിളിച്ചിരുന്നത്. എന്താണ്? കളിയിൽ. അമ്മച്ചി മരിച്ചതിന് ശേഷം കളിയിലിൽ നിന്നിരുന്ന എരുമേനെയും പശുവിനെയും പെറുക്കി വെച്ചു. കളിയിലിനോട് ചേർന്ന് 2 വിറകുപുരകൾ ഉണ്ടായിരുന്നു. അതിലൊന്നിൽ നടന്മാരും ഒന്നിൽ നടികളുമായിരുന്നു താമസിച്ചിരുന്നത്. ഡയലോഗ് പഠിക്കലും ഹാർമോണിയം വായിക്കലും കട്ടൗട്ട് നിർമ്മിക്കലും എല്ലാം കൂടി ഒരു ഉത്സവത്തിന്റെ പ്രതീതി എപ്പോഴും ഉണ്ടാവും. എവിടെയും കയറി ചെല്ലാൻ കുട്ടികളായ ഞങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നു. റിഹേഴ്സൽ കാണാൻ എത്രയോ പേരാണ് അന്ന് അവിടെ വന്നിരുന്നത്. കർണനാണ് കലാക്ഷേത്രയുടെ ആദ്യ നാടകം. കുന്തിയായി അഭിനയിച്ച സ്ത്രീക്ക് ചുവന്ന നിറവും ധാരാളം മുടിയും ഉണ്ടായിരുന്നു എന്ന് ഓർക്കുന്നു. അപ്പനായിരുന്നു കർണന്റെ വേഷം ചെയ്തത്. ഞാൻ അപ്പന്റെ ആരാധകനാകുന്നത് സ്റ്റേജിലൊരിടത്ത് അഭിനയിക്കുന്നത് കണ്ടപ്പോഴാണ്. സ്കൂളടച്ച സമയത്ത് ഞാനും നാടകം കാണാൻ പുറപ്പെട്ടു. ഉത്സവപ്പറമ്പിൽ സ്ത്രീകളുടെ അടുത്തിരുന്ന് കുട്ടികൾക്കുള്ള സുരക്ഷിത സ്ഥാനത്തിരുന്നാണ് ഞങ്ങൾ നാടകം കണ്ടത്. കുന്തി ദേവി വന്ന് കർണനോട് നീ എൻ്റെ മകനാണ് എന്നും കൗരവപക്ഷത്ത് നിന്ന് പിന്മാറണമെന്നും പറയുന്ന രംഗത്ത് അപ്പന്റെ അഭിനയ തികവിൽ മതിമറന്ന് അടുത്തിരുന്ന സ്ത്രീകൾ കരയുന്നത് ഞാൻ കണ്ടു. നാടകം കഴിഞ്ഞപ്പോൾ കർണനായി അഭിനയിച്ച നടനെ കാണാൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷന്മാരുടെയും വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. 150-ലധികം വേദികളിൽ കർണൻ എന്ന നാടകം കളിച്ചു. ആ നാടകത്തോടെ അപ്പന് കർണൻ സെബാസ്റ്റ്യൻ എന്ന വിളിപ്പേരുമുണ്ടായി. എന്തായാലും അത് അപ്പനെ സന്തോഷിപ്പിച്ച കാര്യം തന്നെ. പുരാണ കഥകൾക്ക് ഡിമാൻഡ് ഇല്ലാതായപ്പോൾ ആനുകാലിക നാടകങ്ങൾ വന്നു. അപ്പൻ്റെ നാടകങ്ങൾ സംഘമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇന്നത്തെ നിലയിലെ ഉന്നതിക്ക് കാരണം. ഒറ്റ ചില്ലിക്കാശ് പോലും അപ്പം പാഴാക്കി കളഞ്ഞില്ല എന്നത് മറ്റൊരു സത്യം. മീന എന്ന എൻ്റെ സഹോദരിയെ കനത്ത സ്ത്രീധനം കൊടുത്ത് വലിയൊരു കുടുംബത്തിലേക്ക് പറഞ്ഞു വിട്ടതും ഞങ്ങൾ ആൺമക്കളെ ഈ നല്ല നിലയിൽ എത്തിയതിനും ഒക്കെ പിന്നിൽ അപ്പൻ തന്നെ, അപ്പൻ്റെ പരിശ്രമം തന്നെ, നാടക കമ്പനി തന്നെ. അവിചാരിതമായി സംഭവിച്ച ഒരു അപകടം, നാടക ട്രൂപ്പിന് അവിചാരിതമായി സംഭവിച്ച അപകടം, അതോടെ അപ്പൻ 20 വർഷമായി കൊണ്ടുനടന്ന നാടക സംഘത്തെ പിരിച്ചുവിട്ടു. അപ്പൻ പൂർണ്ണമായി കിടപ്പിലായി. മക്കളായ ഞങ്ങളോട് നാടക കമ്പനി ഏറ്റെടുത്ത് നടത്താൻ പറഞ്ഞു എന്നത് സത്യമാണ്. പക്ഷെ നാടകം കൊണ്ട് പണ്ടത്തെ പോലെ നേട്ടമൊന്നുമില്ല എന്ന ഒരു കാലമാണല്ലോ. അപ്പൻ വീണുപോയി എന്ന് വെച്ച് അപ്പൻ്റെ കാര്യത്തിന് ഒരു കുറവും ഞങ്ങളാരും വരുത്തിയിട്ടില്ല. ഏറ്റവും നല്ല ചികിത്സ കൊടുത്തു. അപ്പൻ്റെ കാര്യം നോക്കാൻ മാത്രമായി ഹോം നേഴ്സിനെ വെച്ചു. അതുകൊണ്ടെന്താ, 3-ാം കൊല്ലം തൊട്ട് അപ്പൻ എണീറ്റ് നടന്നു തുടങ്ങി. അല്പമൊന്ന് ആരോഗ്യമായി എന്ന് തോന്നിയപ്പോൾ തൊട്ട് അപ്പന് നാടകസമിതി വീണ്ടും പുനരുജ്ജീവിപ്പിക്കണം എന്ന്. അതിന് പൊല്ലാപ്പാണ്. അപ്പനെ കൊണ്ട് നോക്കി നടത്താനുള്ള ആവതൊന്നും ഇല്ല എന്ന് ഞാൻ തലയെ കൈവച്ച് പറഞ്ഞു. ടോജോവിനെ കൊണ്ട്, മീനയെ കൊണ്ട്, ഭർത്താവ് അഡ്വക്കേറ്റ് ജോയിയെ കൊണ്ടും പറയിപ്പിച്ചു. അപ്പോൾ അനുജത്തി മീനയുടെ ഭർത്താവിൻ്റെ പേര് അഡ്വക്കേറ്റ് ജോയി എന്നാണ് കഥയിൽ അവതരിപ്പിക്കുന്നത്. അപ്പൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നങ്ങ് വിചാരിച്ചു. അപ്പം അനുസരിക്കാണ്ടാവും. അപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് റിഹേഴ്സൽ. കർണനെ കലാക്ഷേത്രം വീണ്ടും അരങ്ങിലെത്തിക്കുന്നു എന്ന് ബഹുവർണ്ണ പോസ്റ്റർ മേടിച്ചു. റിഹേഴ്സലൊക്കെ തീരാറായപ്പോൾ കർണനും കുന്തി സീരിയലിലേക്ക് അവസരം കിട്ടിയെന്നും പറഞ്ഞ് പോയി. തട്ടേ കയറും മുമ്പ് അങ്ങനെ നാടകം പൊളിഞ്ഞു. ഇപ്പൊ രണ്ടാമത് പുനരുജ്ജീവിപ്പിച്ച കലാക്ഷേത്രയിലെ വീണ്ടും നാടകം കർണൻ എന്ന നാടകം തട്ടേ കയറുന്നതിന് മുമ്പ് പൊളിഞ്ഞതിന്റെ കഥയാണ് പറയുന്നത്. എന്താണ്, അവസാന സമയമായപ്പോഴേക്കും, റിഹേഴ്സലൊക്കെ തീരാറായപ്പോഴേക്കുമാണ് ആരൊക്കെയാണ് സീരിയലിലേക്ക് പോയി കളഞ്ഞത്? കർണനും കുന്തിയും. പ്രധാനപ്പെട്ട 2 കഥാപാത്രമാണ്. അപ്പൻ തളരാതെ വീണ്ടും ചിലരെ തപ്പി
പുറപ്പെട്ടു. പക്ഷെ ഞങ്ങൾ അപ്പോൾ ഇടപെട്ടു. കൂടും കൊടുക്കേമത്ത് സ്ഥലം വിട്ടില്ലേ, സംഗതി വശകളാവുമെന്ന് കനപ്പിച്ച് ഒരു വരട്ടി കുറച്ചെണ്ണത്തിന് കാശ് കൊടുക്കേണ്ടി വന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് ഇരുചവി അറിയാതെ കാമ്പ് വിരിച്ചു വിട്ടു. അപ്പൻ മൗനവ്രതവും സത്യാഗ്രഹവും തുടങ്ങി. 4-ാം ദിവസം ഞങ്ങളെല്ലാം കൂടി എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്ന പ്രശ്നങ്ങൾ സങ്കീർണമായി. അപ്പൻ സ്വയം മറന്ന് അഭിനയം തുടങ്ങി. എന്റെ കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞുകൊണ്ടുള്ള അഹങ്കാരമാണ് നിനക്ക് അർജുന. ഇന്ദ്രഭഗവാന്റെ കയ്യിൽ നിന്ന് ലഭിച്ച വൈദേന്തി എന്റെ കയ്യിലുണ്ടെന്ന കാര്യം നീ മറക്കേണ്ട. യുദ്ധമുഖത്ത് നിന്ന് അപ്പൻ എന്നോട് ക്ഷോഭിച്ചു. എടാ ഘടോൽക്കജ എന്നലറി അഡ്വക്കേറ്റ് ജോയി എന്ന മീനയുടെ ഭർത്താവിന് നേരെ കത്തിയുമെടുത്ത് പാഞ്ഞു. സ്വയംവരത്തിനായി കുലവില്ലെടുത്ത് കുലച്ച എന്നെ സൂതപുത്രൻ എന്ന് പറഞ്ഞ് അപമാനിച്ചില്ലേ നീ? ഞാനിപ്പോൾ ഉള്ളിൽ കരഞ്ഞത് പുറത്തു വന്നെങ്കിൽ ഒരു പുഴയോളം വന്നേനെ. എന്റെ ഭാര്യ മൃദുലയോട് അപ്പൻ മനസ്സ് തുറന്നു. അപ്പന്റെ പ്രകടനങ്ങൾ വീട്ടിൽ മാത്രം ഒതുങ്ങിയില്ല. നാടകത്തിലെ മാർച്ചട്ടയും കവചകുണ്ടലങ്ങളും അണിഞ്ഞ് വാളും പിടിച്ച് അപ്പൻ കവലയിൽ ഇറങ്ങി. ഇപ്പൊ നമ്മുടെ അപ്പന്റെ മൂത്ത മോൻ എന്റെ ആംഗിളിലാണ് കഥ പറച്ചിൽ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും കൂടെ ഇപ്പൊ പറഞ്ഞു, മൃദുല. വാച്ചും മോതിരവും കഴുത്തിൽ 5 പവൻ മാലയും പൈസയും കണ്ണിൽ കണ്ടവർക്ക് ദാനം ചെയ്തു. എടാ ജരാസന്ധ, എടാ ദ്രുപദ, നീ എന്റെ വാളിന്റെ മൂർച്ചയറിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് കവലയിൽ നിന്നവരെയെല്ലാം തല്ലാൻ ഒഴിച്ചു. ഞാൻ അവിടെ എത്തുമ്പോൾ അപ്പനെ ആളുകൾ ഒരു തെങ്ങിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. വലിയൊരു ആൾക്കൂട്ടം ചുറ്റിലുമുണ്ട്. അർജുന, കുരുക്ഷേത്ര യുദ്ധത്തിൽ നീയോ ഞാനോ ഒരാളെ ബാക്കിയുണ്ടാവും. അപ്പൻ എന്നോട് ന്യായം പറഞ്ഞു. എനിക്ക് വല്ലാത്ത അപമാനമായി. അപ്പന് വട്ടാണെന്ന് നാട്ടിൽ വലിയ പ്രചാരമാണ് ലഭിച്ചത്. വലിയ ആൾക്കാരെ കളിയാക്കാൻ ജനത്തിന് പണ്ടേ വലിയ ഉത്സാഹമാണല്ലോ. മോന്റെ കല്യാണം തെറ്റിപ്പോയത് അപ്പനുണ്ടാക്കി വെച്ച ദുഷ്പേര് കാരണമാണെന്ന് പറഞ്ഞ് മീന, സഹോദരിയുടെ മകന്റെ കല്യാണത്തിന്റെ കാര്യം പറയുന്നത്, സഹോദരി മീന സങ്കടപ്പെട്ടു. പയ്യനൊരു ഡോക്ടർ പെണ്ണിനെയും വളച്ചെടുത്തായിരുന്നു. ഭ്രാന്ത് ഹെറിഡിറ്ററിയായി വരാമെന്ന് പറഞ്ഞാണ് അവളുടെ വീട്ടുകാർ ഒഴിഞ്ഞു കളഞ്ഞത്. ടൂറും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഹോം നേഴ്സ് 2 ദിവസമായി വന്നിട്ടില്ലെന്നറിഞ്ഞത്. ടോജോയെയും മീനയെയും വിളിച്ചു. അവരെ ഒന്നും അവള് വിളിച്ചിട്ടില്ല. മിനിഞ്ഞാന്ന് അവളോടൊപ്പം അപ്പൻ എങ്ങോട്ടോ ഓട്ടോ കയറി പോകുന്നത് കണ്ടെന്ന് അടുത്ത വീട്ടുകാർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വരുമ്പോ എന്താണ് സംഭവം? സംഗതി എന്തോ പന്തികേട്. അപ്പനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അപ്പൻ ഈ കാണിച്ച പണി ഒരപ്പനും മക്കളോട് കാണിക്കാൻ പാടില്ലാത്തതാണ്. അപ്പൻ ആ ഹോം നേഴ്സിന് ഞങ്ങൾക്കെല്ലാം കൂടി ഓഹരി കിട്ടേണ്ടെന്ന് 2 ഏക്കർ പറമ്പ് ഇഷ്ടദാനമായി എഴുതി കൊടുത്തു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവളെ പൊക്കി കെട്ടിപ്പറക്കി ദൂരെ എവിടെയോ പോകാൻ പുറപ്പെട്ടതാണ് അവള്. പറഞ്ഞു വരുമ്പോൾ അവൾ നിരപരാധിയാണ്. അപ്പനായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. രാവിലെ അവള് അപ്പന് ചായ കൊടുക്കാൻ ചെന്നതാണ്. ഭവതിക്ക് എന്താണ് വേണ്ടത്? ദാനശീലനായ കർണനോട് എന്ത് വേണമെങ്കിലും ചോദിക്കൂ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൻ നിർബന്ധിച്ചു. ഉടനെ എന്നെ വിളിച്ച് രജിസ്റ്റർ ഓഫീസിൽ പോയി. 5 സെന്റ് എന്നും പറഞ്ഞ് 5 സെന്റ് ഒന്നും പോരാ എന്ന് പറഞ്ഞ മുഴുവനും ഭൂമി എന്റെ പേരിൽ എഴുതി തന്നത്. അവിടെ അനുനയിപ്പിക്കാനും മാറ്റി എഴുതിക്കാനുമായിട്ട് മറ്റുമായി കാശും പറയാൻ മെനക്കേടായി. ഇതിങ്ങനെ നിസാരമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പൻ ഇപ്പം ഇതൊക്കെ തന്നെ ചെയ്യും. ടോജോയ്ക്ക് വികാരം വന്നു. അവൻ പമ്പരം പോലെ നിന്ന് തിരിയുവാണ്. ജോയി മദ്യപിച്ചാൽ പിന്നെ കമാന്ന് മിണ്ടത്തില്ല. ഇച്ചായൻ എന്തേലും ഒന്ന് തീരുമാനിക്കും. ടോജോ എന്റെ മുന്നിൽ വന്നിരിപ്പായി. ടെറസിലും മഴ ചന്നം ഭിന്നം വീഴുന്നുണ്ട്. ടോജോ, നിന്നെ കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഞാൻ ഫിറ്റൊന്നുമല്ല. ടോജോ വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിയപ്പോൾ ഞാനും ജോയും അപ്പനെ എടുത്ത് വണ്ടിക്കകത്തിട്ടു. അപ്പനൊന്ന് ഉണർന്നിട്ട് ഉറക്കത്തിലേക്ക് പോയി. മഴയപ്പോൾ വല്ലാതെ കനത്തു തുടങ്ങി. വണ്ടിക്കകത്ത് ആരുമൊന്നും മിണ്ടുന്നില്ല. നിർത്ത്, ഞാൻ ആജ്ഞാപിച്ചു. അപ്പനെ ഞങ്ങൾ 3 കൂടി പൊക്കിയെടുത്ത് പുറത്ത് മഴ വീണപ്പോൾ അപ്പൻ ഉണർന്നു. ഒരാഴ്ചയായി മഴ മനുഷ്യനെ മെനക്കെടുത്താണ്. ഞാൻ എവിടെയാ? അപ്പന്റെ ശബ്ദം കിളിയുടേതുപോലെ നേർത്തിരുന്നു. കുറച്ചകലെ ജലം കുത്തിയൊഴുകുന്നത് ഞങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ അശ്വനി നദിയുടെ കരയിലാണ് നമ്മളിപ്പോൾ. അപ്പൻ ഇരുട്ടിൽ തുറിച്ചു നോക്കി. പ്രിയപ്പെട്ട കർണ, എന്റെ പൊന്നുമോനെ, നിന്നെ ഞാൻ ഈ നദിയിൽ ഒഴുക്കി വിടുകയാണ്. ദുർവാസ മഹർഷിയുടെ ഭരം ഭാഗ്യഹീനയായി അമ്മ പരീക്ഷിച്ചതാണ് മോനെ. ഈ അമ്മയോട് നീ പൊറുക്കണേ. ഞാൻ ശബ്ദക്രമീകരണം നടത്തി സ്ത്രീയുടെ ഒച്ചയിൽ പറഞ്ഞു. ടോജോയ്ക്ക് ചിരി പൊട്ടിയതിനെ ജോയി നോട്ടം കൊണ്ട് വിലക്കി. ടോജോയ്ക്ക് ഇങ്ങനെയാണ്, ചെറിയ തമാശ കണ്ടാൽ മതി ചിരി വരാൻ. സാരമില്ല അമ്മേ, എന്നെ പെട്ടിയിൽ ഒഴുക്കിക്കൊള്ളൂ. വളർത്തച്ഛനാകാൻ പോകുന്ന അതിരഥന്റെയും അമ്മ രാധയുടെയും അടുത്ത് ഞാൻ എത്തുമല്ലോ. കുട്ടികളില്ലാത്ത അവരെന്നെ സ്വന്തം പുത്രനെ പോലെ വളർത്തിക്കൊള്ളു. കൊടുന്നവേ അപ്പൻ കൈകാലിട്ടടച്ച് കുഞ്ഞിനെ പോലെ തൊള്ള തുറന്ന് കരയാൻ തുടങ്ങി. നാടകം ജീവശ്വാസമായി കണ്ട സെബാസ്റ്റ്യൻ എന്ന ഒരു സാധാരണക്കാരന്റെ കഥയാണ് കർണപർവം. 3 മക്കളെയും സമ്മാനിച്ച് ഭാര്യ മരിച്ചു. മക്കൾക്കായി അയാൾ മറ്റൊരു വിവാഹം കഴിക്കാതെ ജീവിച്ചു. നാടകമായിരുന്ന അയാളുടെ ഏക ദൗർബല്യം. കലാക്ഷേത്ര എന്ന പേരിൽ നാടക ഗ്രൂപ്പ് രൂപീകരിച്ചു. ആ കലാക്ഷേത്രം അവതരിപ്പിച്ച കർണൻ എന്ന നാടകവും കാഴ്ചക്കാരുടെ ഉള്ളു നിറച്ച അഭിനയവും അയാൾക്ക് കർണൻ സെബാസ്റ്റ്യൻ എന്ന പേര് സമ്മാനിച്ചു. അവിചാരിതമായി സംഭവിച്ച അപകടം 20 വർഷമായി കൊണ്ടു നടന്ന നാടക സംഘം അടച്ചുപൂട്ടാൻ നിർബന്ധിതമാക്കി. കുറച്ചു നാളത്തെ ചികിത്സയ്ക്ക് ശേഷം കിടക്ക വിട്ടെണീറ്റ് അയാൾ നാടക സമിതി പുനരുജ്ജീവിപ്പിക്കണമെന്ന ചിന്തയോടെ, പക്ഷേ മക്കളുടെ എതിർപ്പുണ്ടായി. അത് മറികടന്നും റിഹേഴ്സലും തുടങ്ങി. പ്രധാന അഭിനേതാക്കൾ പിന്നീട്, അതായത് കർണനും കുന്തിയും, സീരിയലിലേക്ക് പോയതോടെ അരങ്ങിലെത്തും മുമ്പേ നാടകം പൊളിഞ്ഞു. തട്ടിൽ കയറുന്നതിന് മുമ്പ് നാടകം പൊളിഞ്ഞു. സെബാസ്റ്റ്യൻ മൗനവ്രതവും സത്യാഗ്രഹവും തുടങ്ങി. കർണൻ സെബാസ്റ്റ്യൻ എങ്ങനെയാണ് രണ്ടാമത് നാടകം പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതി പൊളിഞ്ഞപ്പോൾ
അതിനോട് മക്കൾ അതിനെ പിരിച്ചുവിട്ടപ്പോൾ അതിനോട് പ്രതികരിച്ചെന്ന ചോദ്യം വരാമല്ലോ. മൗനവ്രതത്തിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും കാര്യങ്ങൾ വീണ്ടും തകിടം മറിഞ്ഞു. അയാൾ സ്വയം മറന്ന് അഭിനയം തുടങ്ങി. മൂത്തമകൻ അർജുനനായി, മരുമകൻ ഘടോൽക്കജനായി. കുടുംബത്തിനകത്ത് മാത്രം ഒതുങ്ങിയില്ല അഭിനയം. നാടകത്തിന്റെ മാർച്ചട്ടയും കവചകുണ്ടലങ്ങളും അണിഞ്ഞ് കവലയിൽ ചെന്നു. കയ്യിലുണ്ടായിരുന്ന വസ്തുക്കൾ ദാനം ചെയ്തു. പരിചരിക്കാൻ നിന്ന നഴ്സിന് സ്വത്ത് ഇഷ്ടദാനമായി എഴുതിക്കൊടുത്തു എന്നതുവരെ കാര്യങ്ങളെത്തി. കുടുംബത്തിനാകെ അപ്പൻ കാരണം ചീത്തപ്പേര്. സ്വത്തുവകകൾ ഇനിയും ആർക്കെങ്കിലും എഴുതി കൊടുത്തേക്കുമെന്ന് മക്കൾ ഭയന്നു. നാടകം ദൗർബല്യമായ അപ്പനെ അതേ തന്ത്രം കൊണ്ട് തന്നെ ഒഴിവാക്കാൻ അവർ തീരുമാനിച്ചു. മക്കൾ അപ്പനെ മലവെള്ളം ഒഴുക്കുന്ന നദിക്ക് സമീപം കൊണ്ടുപോയി. മൂത്തമകൻ ശബ്ദക്രമീകരണം നടത്തി പറഞ്ഞു: പ്രിയപ്പെട്ട കർണ, എന്റെ പൊന്നുമോനെ, നിന്നെ ഞാൻ ഈ നദിയിൽ ഒഴുക്കി വിടുകയാണ്. ദുർവാസ മഹർഷിയുടെ വരം ഭാഗ്യഹീനയായ അമ്മ പരീക്ഷിച്ചതാണ് മോനെ. നാടകം ജീവശ്വാസമായി കരുതുന്ന കർണൻ സെബാസ്റ്റ്യൻ ന്റെ ജീവിത കഥയാണ് കർണപർവം. ഭാര്യ ചെറുപ്പത്തിലെ മരിച്ചിട്ടും മറ്റൊരു വിവാഹത്തെപ്പറ്റി ആലോചിക്കാതെ മക്കൾക്കായി ജീവിച്ചയാളായിരുന്നു കർണൻ സെബാസ്റ്റ്യൻ. നാടകം അയാൾക്ക് ജീവിതം കൂടിയായിരുന്നു. മക്കളെ നല്ല നിലയിലാക്കാനും കുടുംബത്തിന്റെ അടിത്തറ ഉറപ്പിക്കാനും അയാളുടെ നാടക സമിതിക്കായി. നാടകം തന്റെ ജീവിതത്തിൽ നിന്നും മക്കൾ പിച്ചിച്ചീന്തിയ നിമിഷം മുതൽ അയാളുടെ മനോനില തകരാറിലാകുന്നു. അയാൾ സ്വയം മറന്ന് അഭിനയം തുടങ്ങുന്നു. അപ്പന്റെ ദൗർബല്യത്തെ മുതലാക്കാനും അതുവഴി അപ്പനെ ഒഴിവാക്കാനുമാണ് തന്ത്രശാലികളായ മക്കൾ ശ്രമിക്കുന്നത്. ലോകത്തിലെ എല്ലാ അപ്പന്മാർക്കും മാതൃകയായി കാണാവുന്ന തങ്ങളുടെ അപ്പനും ഒരു ഭാരമായി തീർന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ മകൻ ടോജോയ്ക്കോ മരുമകൻ ജോയ്ക്കോ സംശയമൊന്നുമില്ല. അപ്പന്റെ ജീവിതത്തിലെ ദൗർബല്യമായ നാടകം തന്നെ അപ്പന്റെ ജീവിത നാടകത്തിന് തിരശ്ശീലയിടാനും അവർ പ്രയോജനപ്പെടുന്നു. അങ്ങനെ അപ്പന്റെ ജീവിതം കൊണ്ടൊരു കർണപർവം പൂർത്തിയാക്കാനാവും. അതാണ് സംഭവിച്ചത്. ഹാസ്യത്തിന്റെയും പരിഹാസോക്തിയുടെയും വഴിയിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത്. പക്ഷെ കർത്തഹാസ്യമാണെന്ന് മാത്രം. അതായത് ദുഃഖകരമായ കാര്യങ്ങളെ കോമഡിയായി അവതരിപ്പിക്കുന്നതിനാണ് കർത്തഹാസ്യം എന്ന് പറയുന്നത്. പക്ഷെ ദൈന്യത്തിന്റെയും നിരാലംബതയുടെയും ഒരു കണ്ണീർ നദി അടിയിലൂടെ ഒഴുകിപ്പോകുന്നുണ്ടത് വായനക്കാരനത് മനസ്സിലാക്കാൻ കഴിയും. വാർദ്ധക്യ ജീവിതത്തെ പരിഗണിക്കാത്ത വർത്തമാനകാലത്തെ വിമർശിക്കുന്നുകൊണ്ട് ഈ കഥ അണുകുടുംബങ്ങൾക്ക് ഈ കഥകളൊക്കെ അലോസരമുണ്ടാക്കുന്നു. സെബാസ്റ്റ്യൻ വാർദ്ധക്യ ജീവിതകാലത്ത് സ്നേഹവും പരിഗണനയും നൽകേണ്ട മക്കളാണ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത്. സ്നേഹത്തിന്റെ ഊന്നുവടിയാകാൻ കഴിയാതെ പോകുന്ന ഒരു പുതുതലമുറയെ ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയും. കഥയിലുമായി ബന്ധപ്പെട്ട അവതാരണ ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കർണൻ സെബാസ്റ്റ്യന്റെ നാടക സമിതിയുടെ പേരെന്ത്? കലാക്ഷേത്ര. രണ്ടാമത്തെ ചോദ്യം: കർണൻ സെബാസ്റ്റ്യൻ എന്ന വിളിപ്പേര് സെബാസ്റ്റ്യന് കിട്ടാനിടയായ ആ സാഹചര്യം വ്യക്തമാക്കുക. 150ലധികം വേദികളിൽ കളിച്ച നാടകമാണ് കർണൻ സെബാസ്റ്റ്യൻ. അതിലെ കർണനായിട്ട് വേഷമിട്ട് വിജയിപ്പിച്ചു എന്നതാണ് സെബാസ്റ്റ്യന്റെ പ്രത്യേകത. ആ നാടകത്തോടെ അദ്ദേഹത്തിന് കർണൻ സെബാസ്റ്റ്യൻ എന്ന വിളിപ്പേര് വീഴുന്നു. നാട്ടുകാർക്കെല്ലാം കർണൻ സെബാസ്റ്റ്യൻ എന്ന ആ കഥാപാത്രത്തെ നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പാപ്പനെ ധിക്കരിച്ചിട്ടുള്ള ഏത് കാര്യത്തിലാണ്? അപ്പാപ്പന്റെ വാക്കിന് സെബാസ്റ്റ്യൻ ധിക്കരിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാടകത്തിൽ അഭിനയിക്കുക എന്ന ഒറ്റ കാര്യം മാത്രമായിരുന്നു എന്നാണ് പാഠത്തിൽ പറയുന്നത്. കലാക്ഷേത്ര ആദ്യം അരങ്ങിലെത്തിച്ച നാടകം ഏതാണ്? അത് കർണൻ എന്ന നാടകമായിരുന്നു. അഞ്ചാമത്തെ ചോദ്യം: കർണൻ എന്ന നാടകത്തിൽ സെബാസ്റ്റ്യൻ കൈകാര്യം ചെയ്ത വേഷം ആരുടേതായിരുന്നു? അതും കർണന്റെ തന്നെ. സെബാസ്റ്റ്യന് നാടകാഭിനയം സമ്മാനിച്ച വിളിപ്പേര് എന്താണ്? കർണൻ സെബാസ്റ്റ്യൻ എന്ന്. അടുത്ത ചോദ്യമാണ്: സെബാസ്റ്റ്യൻ തന്റെ നാടക സമിതി പിരിച്ചുവിടാൻ നിർബന്ധിതമായത് എന്തുകൊണ്ടാണ്? അവിചാരിതമായി സംഭവിച്ച അപകടത്തോടെയാണ് സെബാസ്റ്റ്യൻ 20 വർഷമായി കൊണ്ടുനടന്ന നാടക സംഘത്തെ പിരിച്ചുവിട്ടത്. എട്ടാമത്തെ ചോദ്യം: രണ്ടാമത് നാടക സമിതി രൂപീകരിച്ചപ്പോൾ നാടകം അരങ്ങത്തെത്തും മുമ്പേ പൊളിയാൻ കാരണമെന്ത്? മറ്റൊന്നുമല്ല, റിഹേഴ്സലൊക്കെ തീരാറായപ്പോൾ കർണനും കുന്തിയും പ്രധാന കഥാപാത്രങ്ങൾ സീരിയലിലേക്ക് അവസരം കിട്ടിപ്പോയി. അതുപോലെ തന്നെ തട്ടിൽ കയറും മുമ്പേ അങ്ങനെ നാടകം പൊളിഞ്ഞു. 9ാമത്തെ ചോദ്യം: നാടക ക്യാമ്പ് മക്കൾ ചേർന്ന് പിരിച്ചുവിട്ടപ്പോൾ അപ്പൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? അപ്പൻ മൗനവ്രതവും സത്യാഗ്രഹവും തുടങ്ങി എന്നാണ് പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്. 10ാമത്തെ ചോദ്യം: അപ്പൻ ഈ കാണിച്ച പണി ഒരപ്പനും മക്കളോട് കാണിക്കാൻ പാടില്ലാത്തതാണ്. എന്താണ് അപ്പൻ കാണിച്ച പണി? അയാൾ ഹോം നേഴ്സിന് മക്കൾക്കെല്ലാം കൂടി ഓഹരി നൽകേണ്ടുന്ന 2 ഏക്കർ പറമ്പ് ഇഷ്ടദാനമായി എഴുതി കൊടുത്തു എന്നതാണ്. 11ാമത്തെ ചോദ്യം ഇതാണ്: മനോനില തെറ്റി സ്വയം മറന്നുള്ള സെബാസ്റ്റ്യന്റെ പ്രവർത്തികൾ വിശദീകരിക്കുക. അയാൾ സ്വയം മറന്ന് അഭിനയം തുടങ്ങി. മൂത്തമകൻ അർജുനനായി, മരുമകൻ ഘടോൽക്കജനായി ഒക്കെ. 12 കർണപർവത്തിലെ അപ്പൻ കവലയിലിറങ്ങി കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. നാടകത്തിലെ മറച്ചട്ടയും കവചകുണ്ടലങ്ങളും അണിഞ്ഞ് വാളും പിടിച്ച് കവലയിൽ ചെന്നു. വാച്ചും മോതിരവും കഴുത്തിൽ 5 പവൻ മാലയും പൈസയും കണ്ണിൽ കണ്ടവർക്ക് ദാനം ചെയ്തു. എടാ ജരാസന്ധ, എടാ ദ്രുപദ, നീ എന്റെ വാളിന്റെ മൂർച്ചറിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് കവലയിൽ നിന്ന് അവരെ തല്ലാൻ ഓടിച്ചു. 13 അപ്പൻ ഹോം നേഴ്സിന് എന്താണ് നൽകിയത്? ഹോം നേഴ്സിന് മക്കൾക്കെല്ലാം ഓഹരി കിട്ടേണ്ട 2 ഏക്കർ പറമ്പ് ഇഷ്ടദാനമായി കൊടുത്തു. 14ാമത്തെ ചോദ്യം: അപ്പനെ നദിയിൽ ഒഴുക്കിയ ശേഷം വണ്ടി സ്റ്റാർട്ടാക്കുന്നതിനിടയിൽ ടോജോ പറഞ്ഞത് എന്താണ്? ഇച്ചായൻ തന്നെ പള്ളിയിലും വിളിച്ചേര്, ഞാൻ ചിലപ്പോ അച്ഛനോട് പറയണതിന്റെ ഇടയിൽ ചിരിച്ചു പോകും എന്ന്. ഇതാണ് കർണൻ സെബാസ്റ്റ്യൻ എന്ന പാഠത്തിൽ. ഇനി അതിലെ എസ്സേ നമുക്ക് പഠിക്കാനുണ്ട്.